ഇപ്പോൾ അവിടെ പ്രതിഷേധമുണ്ട്. സമാധി പൊളിക്കാൻ അനുവദിക്കില്ല എന്ന് പറയുകയാണ് നാട്ടുകാരിൽ ഒരു വിഭാഗം. കുടുംബം പ്രതിഷേധിക്കുന്നു. ഗോപൻ എന്നയാളുടെ ഭാര്യ അങ്ങോട്ടേക്ക് വരികയാണ്. അവരുടെ മക്കളും കൂടെയുണ്ട്. നേരത്തെ അവർ പ്രതിഷേധം അറിയിച്ചിരുന്നു, അങ്ങനെ പൊളിക്കാൻ സാധിക്കില്ല എന്നവർ പറയുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഒരു നോട്ടീസ് പോലും നൽകാതെയാണ് പോലീസ് ഈ നടപടി സ്വീകരിക്കുന്നത് എന്നതാണ് നേരത്തെ അഭിഭാഷകൻ വ്യക്തമാക്കിയത്. ഭാര്യയുടെ നേതൃത്വത്തിൽ, മക്കളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം സമാധിക്ക് അരികിൽ, കല്ലറയ്ക്കരികിലുള്ള പ്രതിഷേധമാണ് കാണുന്നത്. കല്ലറ പൊളിക്കാനുള്ള നീക്കം പോലീസിന്റെ നേതൃത്വത്തിൽ ജില്ലാ ഭരണകൂടം നടത്തുമ്പോഴാണ് വലിയ പ്രതിഷേധവുമായി അവർ രംഗത്തേക്ക് എത്തുന്നത്. അഭിഭാഷകൻ നേരത്തെ പറഞ്ഞത് നോട്ടീസ് പോലും നൽകാതെയാണ് പോലീസ് ഏകപക്ഷീയമായി ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. തങ്ങളിത് അനുവദിക്കില്ല എന്ന് നേരത്തെ കുടുംബവും വ്യക്തമാക്കിയിരുന്നു. അതിൽ ചില വിശ്വാസ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഹിന്ദു സംഘടനകൾ, ചില പ്രാദേശികമായി പ്രവർത്തിക്കുന്ന ചില സംഘടനകൾ, അവരുടെ പ്രതിനിധികളൊക്കെ അവിടെ വന്ന് പ്രതിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്റെ മൃത്യുവായിരിക്കും നിങ്ങളെല്ലാം കാണാൻ പോണത്. നിങ്ങളെല്ലാം പഠിച്ചിട്ട് വരും. ആദ്യം ഈ മുസ്ലിം തീവ്രവാദികളാണ്, സത്യ തീവ്രവാദികളാണ്. അവരാണ് ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലുണ്ടാക്കുന്നത്. എന്റെ പ്രാണനെ ഹത്യ ചെയ്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നാട്ടുകാരെ വാക്യം കേട്ടുകൊണ്ട് ആരോട്ട് വരണ്ട. ഒരു കാര്യം പറ്റില്ല. ഞാൻ പറഞ്ഞുതരാം. സത്യമായിട്ട് ഞാൻ പറയണമെന്ന് മനസ്സിലാക്കും. ഞങ്ങൾ എന്താണ് ഇല്ലല്ല, ഇത് ഞാൻ സത്യമായിട്ട് ഒന്ന് പറയണം. നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കാര്യം പ്രവർത്തിക്കും. ഞാൻ പറയുന്നതിന് അമ്മ ഒന്ന് മിണ്ടാരി, അമ്മ മിണ്ടാരി, മിണ്ടാരി, അമ്മ മിണ്ടാരി. ഞാൻ പറയുന്നത് മനസ്സിലാക്കി. അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ല. ഞാൻ പറയുന്നതിന് ഒരു കാര്യം. അമ്മ ഒന്ന് മിണ്ടായിരിക്കും. ഞാൻ പറയട്ടെ. അമ്മ ഒന്ന് പറയട്ടെ. സാർ ഞാൻ ഒന്ന് പറയണമെന്ന് മനസ്സിലാക്കാത്തോ? സാർ ഞാൻ ഒന്ന് പറയണത് സാർ മാറാൻ സാറേ, എനിക്കൊന്ന് പറയണമെന്ന് മനസ്സിലാക്കണം. നിങ്ങൾ ആദ്യം ഞങ്ങളൊന്ന് പറയണത് മനസ്സിലാക്കണം. ഞങ്ങൾ പറയണ ഒന്ന് കേൾക്കണം. അങ്ങനെ ഇഷ്ടപ്രകാരം സ്വന്തം അച്ഛന്റെ കർമ്മം മക്കൾ ചെയ്യാതെ വേറെ ആരാണ് ചെയ്യുന്നത്? എനിക്കിത് കേൾക്കാനുള്ള ഒരു സന്ദേശമാണ്. മുസ്ലിം തീവ്രവാദികളാണ് ഇതിലുള്ള ഏറ്റവും കൂടുതൽ. മുസ്ലിം ഞാൻ പറയുന്നത് കേൾക്കണം. സാർ ഞാൻ പറയുന്നത് കേൾക്കണം. എന്റെ മരണം കണ്ടിട്ട് നിങ്ങൾ പോകുള്ളൂ. എന്റെ മരണം കണ്ടിട്ട് നിങ്ങൾ പോകുള്ളൂ. മരണം കണ്ടിട്ട് നിങ്ങൾ പോകുള്ളൂ. ശേഷം നിയമപരമായ നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ്. ഈ കോമ്പിനേഷൻ ജീവിക്കാൻ അവകാശമില്ല. പോയി ചാവ്.